ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൻപയർ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് കഞ്ഞിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. വൻപയർ കുതിർത്തെടുക്കുക, ആവശ്യത്തിന് വൻപയർ എടുക്കുക. വൻപയർ അത് കുക്കറിലോ ചട്ടിയിലോ നന്നായി വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് കുക്കറിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ വൻപയർ വേവിക്കുന്ന പോലെ തന്നെ അത് വേവിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും കൂടെ ചേർത്ത് അത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. കലങ്ങിപ്പോരുത്, ആ ഒരു പരുവത്തിൽ വേണം അത് വേവിച്ചെടുക്കാൻ. ഇച്ചിരി നന്നായി വെന്ത് കിട്ടുന്നത് അത്രയും നല്ലതാണ്, അതിനൊരു ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. എനിക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം വൻപയറാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് വെളുത്തുള്ളി നന്നായി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചുവന്നുള്ളിയും, ഞാൻ 2 പിടി ചുവന്നുള്ളിയും ഒരു 1/4 പിടി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 4-5 വറ്റൽമുളകും, അത് എരിവിനനുസരിച്ച്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഏറെ വറ്റൽമുളക് ചേർക്കാം. അതത്രയും ചതച്ച് മാറ്റി വെക്കുക. എന്നിട്ട് കുക്കറിൽ, അപ്പോഴത്തേക്ക് നമ്മുടെ വൻപയർ കുക്കറിൽ നന്നായി വെന്ത് കിട്ടും. എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് ചുവന്നുള്ളി ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് അതിലേക്ക് വറ്റൽമുളക്, നമ്മുടെ കടുക് തളിക്കത്തില്ലേ അതുപോലെ തന്നെ വറ്റൽമുളക് വിട്ട് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത്, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ചുവന്നുള്ളിയും ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ അത് ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് നമുക്കിതുണ്ടാക്കാം. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് ചുവന്നുള്ളി ചേർത്തുണ്ടാക്കുന്നതിനാണ്. ഒരു മണവും ആ ഒരു ടേസ്റ്റും കിട്ടണമെങ്കിൽ നമ്മൾ ചുവന്നുള്ളി തന്നെ ചേർക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണേ. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കണേ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പയറിനൂടെ കണക്കാക്കി ഉപ്പ് ആഡ് ചെയ്യണം. ഞാൻ വൻപയറിനകത്ത് ഒരല്പം ഉപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ കൂട്ടിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണേ. ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഞ്ഞിയും ചോറും, കഞ്ഞിയുടെ കൂടാണ് ഒന്നുകൂടെ ബെസ്റ്റ്. ചൂട് കഞ്ഞി ഇതുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇളക്കി നന്നായിട്ട് ചിക്കി തോർത്തി എടുക്കണം. വൻപയറൊക്കെ പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും ഒന്നിലൊന്നും തൊടാതെ കിട്ടത്തില്ലേ. ഇതിപ്പം അടുപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുന്നത്. പക്ഷേ തണുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്.